ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എനിക്ക് ഉണ്ടായത് ഓരോരുത്തർക്കും ഓരോ ലക്ഷണമായിരിക്കും. എന്നിരുന്നാലും എനിക്ക് ഉണ്ടായത് 5-6 മാസമായിട്ട് ഗ്യാസ് ട്രബിൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറൊക്കെ ഒരു ദമ്മായ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് മോഷന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. നമുക്ക് പച്ചക്ക് പറയുന്നതാണെങ്കിൽ നമുക്ക് അതിന്റെ സൈസിലും കാര്യത്തിലൊക്കെ കുറച്ച് വ്യത്യാസം ശ്രദ്ധിക്കണം. ചിലർക്ക് സ്പോട്ടിങ് ബ്ലഡ് സ്പോട്ടിങ് ഉണ്ടാവുന്നൊക്കെ പറയുന്നൊക്കെ എനിക്ക് അതുണ്ടായില്ല. അതിന്റെ സൈസ് ചുരുങ്ങുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കുണ്ടായത് മൂത്രക്കടച്ചിൽ പോലത്തെ ഒരു വേദന, ശുശു പോകുന്ന സമയത്ത് മൂത്രക്കടച്ചിൽ പോലത്തെ ഒരു വേദന ഉണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കരമായിട്ട് അൺസൈക്കിൾ ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സമയം വേദന പിടിച്ച് നിന്നാൽ മാത്രമേ കുറച്ച് യൂറിൻ പോവുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ബൈക്ക് കുറച്ചുകാലം ഉപയോഗിക്കാണ്ട് ഇവിടെ വെച്ച് പൊടിയൊക്കെ കയറി, പിന്നെ അതിന്റെ സെൻസറിനൊക്കെ കുറച്ച് കംപ്ലൈന്റ് ഉണ്ട് തോന്നിയോണ്ട് ഞാൻ പിക്കപ്പ് ചെയ്തിട്ട് പൊക്കിയെടുത്തിട്ട് ഞാൻ ഫ്രണ്ടും കൂടി ഒരു പിക്കപ്പില് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ബാക്കിൽ ചെറിയതായിട്ട് മസിൽ പെയിൻ വന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനുശേഷം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് എല്ലാം ക്ലിയർ ആയതിനു ശേഷം എനിക്ക് ചെറിയ രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ട്. അപ്പൊ എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യാറുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ വേദന വരുന്നതുകൊണ്ട് തന്നെ പെയിൻ കില്ലർ എപ്പോഴും കയ്യിൽ കരുതും. രാവിലെയും വൈകിട്ടും എന്തായാലും പെയിൻ കില്ലർ അടിക്കാതെ എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും. നല്ല പെയിൻ ആയിരുന്നു. പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് അറിഞ്ഞത് എന്റെ ഈ മൂത്രക്കടച്ചിൽ പോലത്തെ വേദന വന്നതും ഈ ഒരു ബാക്ക് പെയിൻ ആയിട്ട് വന്നതും ശരിക്കും പറഞ്ഞാൽ വയറ് വീർത്തിട്ട് ഉള്ളിന്ന് ചുരുങ്ങുന്നതുകൊണ്ടാണ് ഈ മോശം പോകാൻ ബുദ്ധിമുട്ടായതും. അത് വീർത്തിട്ട് ഈ മൂത്രനാളിയിൽ ഞെരുക്കിക്കൊണ്ട് അതിന്റെ കിഡ്നിയുടെ ഫംഗ്ഷനിങ് പ്രോപ്പറിലായിരുന്നു. അപ്പോ അതുകൊണ്ടാണ് ആ ഒരു വേദന എനിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ കാണിക്കാൻ കാരണമായത് ഏറ്റവും എനിക്ക് വേദന സഹിക്കാൻ പറ്റാതിരുന്നത് ഈ നമ്മുടെ പൊക്കിളിന്റെ അടിഭാഗത്ത് എനിക്ക് കോളൻ ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊക്കിളിന്റെ അടിഭാഗത്ത് വയറ് കീറി മുറിക്കുന്ന പോലെ, അതായത് പറച്ച് കീറുന്ന പോലത്തെ ഒരു ഫീൽ, ഒരു വല്ലാത്തൊരു വേദന. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വേദന വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ സ്റ്റക്കായി പോകും. അപ്പോ ആ രീതിയിൽ വേദന വന്നപ്പോഴാണ് ഞാൻ കാണിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോഴേക്കും എന്താ പറയാ, ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ശരീരം കാണിച്ചു തരുന്ന ഓരോരോ ലക്ഷണങ്ങൾ ദയവായിട്ട് അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഫസ്റ്റിലെ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കത് മരുന്നിൽ പോകേണ്ട ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഇത് അംഗം വെട്ടും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് ഒരു കൊല്ലത്തിന് മേലെ പോവുകയും ചെയ്ത്, മാത്രമല്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. നമ്മള് ഫിനാൻഷ്യലി ആയാലും ശരി, മെന്റലി ഫിസിക്കലി എല്ലാം അടപടലം പണി കിട്ടുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ഒരു ലക്ഷണങ്ങളും അവോയ്ഡ് ചെയ്യരുത്. ഈ ഒരു രീതിയിൽ എന്തായാലും ബുദ്ധിമുട്ട് നേരിടുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. കാരണം നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുന്ന വലിയൊരു കാര്യമായിരിക്കും ഇത്.